അങ്ങനെ 12ാമത്തെ ISL സീസണിന്റെ 2ാമത്തെ മാച്ചിൽ കേരള മുംബൈ നേരിടുമ്പോൾ അത് കേരളയുടെ സീസണിലെ ആദ്യത്തെ ഹോം മത്സരമാണ്. അതുകൂടാതെ ആദ്യ കളിയിൽ മോഹൻ ബഗാനുമായി നേരിട്ട പരാജയത്തിനു ശേഷം ഒരു ജയം അത് വളരെ ആവശ്യമാണ്. എന്നാൽ അത് സാധ്യമാണോ എന്ന് നോക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2 സീസണിലെ ഹെഡ് ടു ഹെഡ് കണക്കുകൾ നോക്കിയാൽ ISLൽ ഇവർ തമ്മിൽ കളിച്ച ടോട്ടൽ 4 മത്സരത്തിൽ 2 തവണ കേരളയും 2 തവണ മുംബൈയുമാണ് ജയിച്ചത്. എല്ലാ കോമ്പറ്റീഷനും നോക്കിയാൽ സൂപ്പർ കപ്പിലെ വിജയം മുംബൈക്ക് 3 ജയമാക്കും. കാറ്റലയും ക്രാറ്റ്കിയും തമ്മിൽ ആദ്യമായി ഏറ്റുമുട്ടുന്നത് 2025 എഡിഷൻ സൂപ്പർ കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിലാണ്. ആദ്യമേ മുംബൈ സിറ്റി നോക്കിയാൽ ഓൾവേസ് സ്കോഡ് കൊണ്ടും ഗെയിം പ്ലേ കൊണ്ടും ഡോമിനേറ്റ് ചെയ്യുന്നൊരു ടീമാണ് മുംബൈ. 23-24 സീസൺ ക്രാറ്റ്കിയുടെ വരവിന് ശേഷം അത് തുടർന്നു. പൊസഷൻ ബേസ് ചെയ്ത് കളിക്കുന്ന ടീമാണ് മുംബൈ. എന്നാൽ ഈ സീസണിൽ അതേ നിലവാരത്തിൽ പൊസിഷൻ ഫുട്ബോൾ കളിക്കാൻ വാൻ നീഫും ടിറിയും മേത്താവും പോലെയുള്ള പ്ലേയേഴ്സ് മുംബൈക്കുണ്ടോ എന്നത് ഡൗട്ടാണ്. എന്നാലും മുംബൈയുടെ ഈ അറ്റാക്കിംഗ് കോംബോ ഒന്ന് സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ജോണി കൗക്കോയുടെ പ്രസൻസ് ആണ്. അത് ചെന്നൈയിനെതിരെ കാണാം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം നോക്കിയാൽ നേരത്തെ പോസ്റ്റ് മാച്ച് വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ പ്രീ സീസൺ ഇല്ലാത്തതുകൊണ്ട് എല്ലാ പ്ലേയേഴ്സിനും അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഉള്ള പ്ലേയേഴ്സിനനുസരിച്ച് കോച്ചിനും അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. മോഹൻ ബഗാനെതിരെ ഫസ്റ്റ് ഹാഫിലെ മിസ്റ്റേക്സ് സെക്കൻഡ് ഹാഫിൽ യോക്കയുടെയും മാർലോന്റെയും നവോച്ചയുടെ വരവോടെ ഏതാണ്ട് നികത്താനായെങ്കിലും റിസൾട്ടിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ടൈം കിട്ടിയില്ല. ഇതിലെല്ലാം നിന്ന് എൻ്റെ ഒപ്പീനിയൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു 4-2-3-1 ഫോർമേഷനിൽ മോഹൻ ബഗാനെതിരെയുള്ള സെയിം ബാക്ക് ലൈൻ വെച്ച് കളിപ്പിച്ച് മിഡ്ഫീൽഡിൽ ഓൾറെഡി കേരളയിൽ ഫെമിലറായ വിപിൻ ഡാനിഷ് കോംബോ ഇറക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം മുംബൈ സിറ്റി ഫസ്റ്റ് ഹാഫിൽ അറ്റാക്ക് ചെയ്ത് ഒരു ലീഡ് കിട്ടിയതിനു ശേഷം സെക്കൻഡ് ഹാഫിൽ ഡിഫൻസിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ് ചെന്നൈയിനെതിരെ കണ്ടത്. കേരളയാണെങ്കിൽ മോഹൻ ബഗാനെതിരെ ഫസ്റ്റ് ഹാഫിൽ 4-4-2-ൽ ഡിഫൻസീവ് സ്ട്രക്ചർ പ്രയോറിറ്റൈസ് ചെയ്താണ് കളിച്ചത്. അതത്രയ്ക്ക് നല്ല റിസൾട്ട് ആയിരുന്നില്ല. അതുകൊണ്ട് റൗളിനേക്കാൾ വിപിന്റെ പ്രസൻസ് അറ്റാക്കിംഗ് ഡിഫൻസും അദ്ദേഹത്തിന്റെ പാസുകൾ കൊണ്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഡാനിഷിന് ബോക്സ് ടു ബോക്സ് റോളിൽ പ്രയോറിറ്റൈസ് ചെയ്യാം. അതോടെ മാർലോണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ലെസ് ഡിഫൻസീവ് ഡ്യൂട്ടീസിൽ ഫ്രീ ആയി കളിക്കാനാകും. ലെഫ്റ്റ് വിങ്ങിൽ യോക്കയുടെ പ്രസൻസും കൂടിയാവുമ്പോൾ ഈ മുംബൈ ടീമിനെതിരെ ഒരു ഹോപ്പിന് ചാൻസ് ഉണ്ട്. ബെർത്തൂമിയോയും മുംബൈയുടെ കൗക്കയ്ക്ക് ഇഞ്ചറി പ്രോബ്ലംസ് ഉണ്ടെങ്കിലും കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരു ജയം അതൊരു കളക്റ്റീവ് വർക്കിന്റെ റിസൾട്ട് തന്നെയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻ?